ഹലോ, ഇന്ന് നമ്മൾ വീണ്ടും ഒരു അപ്സൈക്കിൾ വീഡിയോ ആയിട്ടാട്ടോ വന്നിട്ടുള്ളത്. ഇത് കണ്ടോ, ഇതൊരു പഴയ ഒരു ടോപ്പാണ് കേട്ടോ. പാനൽ കട്ടായിട്ടൊക്കെയാണ് വരുന്നത്. നല്ലൊരു അത്യാവശ്യം ക്ലോത്ത് ഉണ്ട് നമ്മ വരുന്നത്. അപ്പം ഞാൻ അത്യാവശ്യം കാണാൻ പാകത്തിന് തന്നെ നല്ല ഭംഗിയുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ സെൻറ്റർ പോർഷനിൽ, അതായത് ചെസ്റ്റിൻ്റെ പോർഷനിൽ ഫുള്ളായിട്ട് ഇതുപോലെ ഒരു വർക്കാണ് വരുന്നത്. അപ്പം ഞാൻ അതൊക്കെ ഫുള്ളായിട്ട് റിമൂവ് ചെയ്തെടുക്കുക കേട്ടോ. റിമൂവ് ചെയ്തതിന് ശേഷം ഇനി എന്ത് ചെയ്യണം എന്നാലോചിക്കണം. ഞാനൊരിക്കലും ഈ അപ്സൈക്കിൾ ചെയ്യുന്ന സമയത്ത് കറക്റ്റ് പ്രോപ്പറായിട്ട് ഒരു സംഭവം മൈൻഡിലേക്ക് കൊണ്ടുവന്നിട്ട് അതന്നെ ചെയ്യാം എന്ന് വിചാരിക്കാറില്ല. നമ്മൾ അതിലത്തെ വേണ്ടാത്ത സാധനങ്ങൾക്ക് റിമൂവ് ചെയ്തിട്ട് നമുക്ക് എന്താണോ ചെയ്യാൻ പറ്റുക, ഞാൻ അതിന് ശേഷമാണ് കേട്ടോ ആലോചിക്കാറ്. അപ്പോൾ ഇതിൻ്റെ ഈ യോക്ക് പോർഷൻ ഫുള്ളായിട്ട് ഞാൻ കളയാമെന്ന് വിചാരിച്ചു. അതെനിക്ക് വേണ്ട. അപ്പം ഞാൻ അവിടെ ഫുൾ കട്ട് ചെയ്ത് കളയാം. പിന്നെ താഴത്തെ ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, അപ്പം ഞാൻ നോക്കിയ സമയത്ത് ഈ ടോപ്പിൻ്റെ താഴെയൊക്കെ കൊടുക്കാൻ പറ്റിയൊരു ചെറിയൊരു കസവ് അതിലുണ്ട്. അപ്പം അത് അവിടെ തന്നെ വെച്ചിട്ട് ബാക്കിയുള്ള ഒരു ബോർഡർ ഫുള്ളായിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കട്ട് ചെയ്തെടുത്തപ്പോൾ ഇതാണ് അതിൻ്റെ ലുക്ക് വരുന്നത്. താഴത്തെ പോർഷൻ ഫുള്ളായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് രണ്ട് സൈഡും ഞാനൊന്ന് ഓപ്പൺ ആക്കി എടുത്തു. അപ്പോൾ നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ അതിൽ ക്ലോത്ത് ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഫ്രിൽസ് വരുന്ന രീതിയിൽ രണ്ട് സൈഡും പ്ലീറ്റ്സൊക്കെ കൊടുത്തിട്ട് നല്ലൊരു ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുത്താലോ എന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്ലീറ്റ്സ് ആട്ടോ ഞാനിപ്പോൾ ഈ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതാണ് നിങ്ങൾക്ക് കാണിച്ചിരുന്നത്. രണ്ട് സൈഡിലും, അതായത് ചെസ്റ്റിൻ്റെ സൈഡ്, അതായത് ചെസ്റ്റിൻ്റെ സെൻറ്റർ പോർഷൻ ഒഴിച്ചിട്ടിട്ട് ചെസ്റ്റിൻ്റെ രണ്ട് സൈഡിലേക്കായിട്ട് റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും നിറയെ പ്ലീറ്റ്സ് വരുന്ന രീതിയിൽ കൊടുത്ത് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അതാകുമ്പോൾ നമുക്ക് വെറ്റിയിലധികം വേസ്റ്റ് ആവില്ല, അത്യാവശ്യം ഫ്ലെയറിൽ വരുന്ന രീതിയിൽ കിട്ടുകയും ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് സൈഡും ഞാൻ ഇപ്പോൾ ഈ പിൻ ചെയ്ത് വെച്ചിട്ടില്ലേ, അതുപോലെ നമ്മുടെ ചെസ്റ്റിൻ്റെ മെഷർമെൻ്റ് അനുസരിച്ചിട്ട് ഫുള്ളായിട്ട് ഇങ്ങനെ ഒന്ന് പിൻ ചെയ്തെടുക്കുക കേട്ടോ. അത്യാവശ്യം നല്ല ടൈം വരുന്ന ഒരു പ്രോസസ്സാണിത്. കാരണം ഒരു സൈഡിൽ മാത്രം ചെയ്താൽ പോരാ, അപ്പുറത്തെ സൈഡിലും കൂടെ ചെയ്യണമല്ലോ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഒരു സൈഡ് ഫുൾ ചെയ്ത് വെച്ചു. എന്നിട്ട് നമ്മളത് അയൺ ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. അയൺ ചെയ്ത് കൊടുത്താൽ മാത്രം പോരാ കേട്ടോ, അതിൻ്റെ മുകളിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കും വേണം. എന്നാലല്ലേ അത് പെർഫെക്റ്റ് ആയിട്ട് അവിടെ നിൽക്കുള്ളൂ. അപ്പോൾ ഞാൻ ആ സ്റ്റിച്ച് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഞാനിങ്ങനെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് മേലോടെ വരുന്ന രീതിയിൽ ഞാനിങ്ങനെ ഓരോ പിന്നും റിമൂവ് ചെയ്തിട്ട് മേലെ മുകളിലായിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. ഇതിന് ആക്ച്വലി പറയുന്നുണ്ടാവുക പിൻടെക്ക് എന്നാട്ടോ. ചെറിയ പിൻടെക്ക് വരുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്യാമെന്നാണ് ഇതിന് പറയാം. അപ്പം ഞാൻ ഇങ്ങനെ പിൻടെക്ക് രണ്ട് സൈഡിലും വരുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. ഇങ്ങനെ പിന്ന് കുത്തി വെച്ചതായതുകൊണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കുറച്ച് പണിയായിരുന്നു. ബട്ട് നമ്മൾ ചെയ്യുമല്ലോ, അങ്ങനെ നമ്മൾ ചെയ്തിട്ടെടുക്കുക കേട്ടോ. ഫുൾ രണ്ട് സൈഡിലും ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിപ്പോൾ നമ്മൾ ഫ്രണ്ട് പോർഷൻ അല്ലേ, അപ്പോൾ ഞാൻ എൻ്റെ ബാക്ക് പോർഷനാണ് ഈ ഒരു വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ഫ്രണ്ടത്തെ പോർഷൻ കറക്റ്റാക്കി വെച്ചിട്ട് ബാക്ക് പോർഷനും അതുപോലെ ഞാൻ വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നെക്ക് ഞാൻ ബാക്കിൽ ചെറിയൊരു നെക്ക്, ഇപ്പം ഞാൻ തൊട്ട് കാണിച്ചില്ലേ, ആ ഒരു സൈഡിൽ പോർഷനിലേക്കാണ് നെക്ക് വിചാരിക്കുന്നത്. ചെറിയൊരു നെക്ക് വരുന്ന രീതിയിൽ, ഫ്രണ്ടിൽ ഒരു വി ഷേപ്പിലൊക്കെ വരുന്ന രീതിയിൽ കൊടുത്ത് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയാണ് ഞാൻ രണ്ട് സൈഡ് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉള്ള ആ ഒരു ലുക്ക് കിട്ടും. അത് നമ്മൾ സെൻറ്ററിലാക്കിയിട്ട്, ഇപ്പം ഞാൻ ഈ ചെയ്യുന്നത് പോലെ സെൻറ്റർ പോർഷൻ ആക്കിയിട്ട് മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്യാം കേട്ടോ. ബാക്ക് പോർഷൻ കട്ട് ചെയ്ത് അതേ മെഷർമെൻറ്റിലാണ് നമ്മൾ ഫ്രണ്ട് പോർഷനും കട്ട് ചെയ്യുന്നത്. ഫ്രണ്ട് പോർഷൻ ഇതുപോലെ മടക്കി വെച്ചിട്ട് നമ്മൾ ആ ബാക്ക് പോർഷൻ അതിന് മുന്നിലേക്ക് വെച്ചിട്ട് ആ സെയിം മെഷർമെൻറ്റിൽ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പം ഞാൻ നെക്ക് മാത്രമാണ് അപ്പോൾ അതിൽ മാർക്ക് ചെയ്യാത്തത്. കാരണം ബാക്കിൽ ആ ഒരു ചെറിയ നെക്കും ഫ്രണ്ടിൽ കുറച്ച് വലിയ രീതിയിൽ വരുന്ന നെക്കുമാണല്ലോ ഞാൻ ഉദ്ദേശിക്കുന്നത്. സോ നെക്കിൻ്റെ ആ ഒരു പൊസിഷനൊക്കെ മാർക്ക് ചെയ്തതിന് ശേഷം നെക്കിലേക്ക് വീരക്കായിട്ട് കൊടുക്കാം. എന്നിട്ട് അത് ഫുള്ളായിട്ട് സീം അലവൻസ് ഒക്കെ ഓൾറെഡി ഞാൻ അതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്, കാണുന്നില്ലേ? എക്സ്ട്രാ ക്ലോത്ത് വെച്ചിട്ടുണ്ട്. ആ ചോക്ക് മാർക്ക് ചെയ്തതിൻ്റെ മുകളിലായിട്ട് കണ്ടോ, കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ടില്ലേ, അതുപോലെ തന്നെ ഞാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ആക്ച്വലി ഇത് കട്ട് ചെയ്തെടുക്കാനും, കാരണം നമ്മൾ പ്ലീറ്റ്സ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതല്ലേ, അപ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. ബട്ട് കുഴപ്പമില്ല, അങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഞാൻ രണ്ട് സൈഡും ഒക്കെ പ്ലീറ്റ്സൊക്കെ കറക്റ്റ് മാർക്ക് ചെയ്തിട്ടാട്ടോ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ ആ ഒരു പോർഷൻ കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക, അതായത് ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും ഇപ്പോൾ ഞാൻ ജോയിൻ ചെയ്തത് കണ്ടോ. നെക്ക് നമ്മൾ ലൈനിങ് ഒന്നും ഇല്ലാണ്ടാണല്ലോ സ്റ്റിച്ച് ചെയ്തത്. സോ സ്ലീവിൻ്റെ പോർഷൻ, നെക്കിൻ്റെ പോർഷൻ ഞാനിപ്പോൾ ഈ കാണിച്ച പോലെ ഞാൻ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ബോറായിട്ടൊന്നുമില്ല, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നീറ്റായിട്ട് വന്നിട്ടുണ്ട്, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഈ നമ്മൾ താഴത്തെ ഒരു ബോർഡർ എക്സ്ട്രാ മാറ്റി വെച്ചിരുന്ന ഓർമ്മയുണ്ടോ?
അപ്പോൾ ഞാൻ ആ പാറ്റേൺ അതെനിക്ക് അത്യാവശ്യം സ്റ്റാൻഡേർഡായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് കുറച്ച് നന്നായിട്ട് കട്ട് ചെയ്തിട്ട് ആ ഒരു പോർഷൻ കൂടെ നമുക്ക് ഫ്രണ്ടത്തെ പോർഷൻ നമുക്ക് പ്ലെയിൻ ആണല്ലോ, അവിടെ എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ, വെച്ച് നോക്കുകയാണ് എങ്ങനെ വെച്ചാലാ ഭംഗി വരികയെന്ന്. ആദ്യം ഞാൻ വിചാരിച്ചു അറഞ്ച ഫുള്ളായിട്ട് ഇതങ്ങ് വെച്ച് കൊടുത്താലോ എന്ന്. പിന്നെ ഞാൻ വിചാരിച്ചു എന്തിനാ വെറുതെ സംഭവം അവിടെ ബാക്കിയുണ്ടെന്ന് വിചാരിച്ചിട്ട് ഫുള്ളത് അപ്ലൈ ചെയ്യണമെന്നൊന്നും ഇല്ലല്ലോ. സോ ഞാൻ അതിലത്തെ 3 മാത്രം എടുത്തിട്ട് ഇപ്പോൾ ഈ കാണുന്ന പോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ അലൈൻമെൻറ്റ് മാറിപ്പോവാണ്ടിരിക്കാൻ ഫുള്ളായിട്ട് പിൻ ചെയ്ത് കൊടുക്കുകയാണ്. ഫസ്റ്റും സെക്കൻഡും തേർഡും ഒക്കെ കറക്റ്റ് ഒരു ഈക്വൽ പ്രൊപ്പോർഷനിൽ നമ്മൾ പിൻ ചെയ്തെടുക്കുക. എന്നിട്ട് അതിന് മേലെ കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ചെയ്യുന്നത്. ആക്ച്വലി അത് ജസ്റ്റ് തുന്നിയെടുക്കാവുന്നതേ ഉള്ളൂ. എന്നാലും ഒന്ന് ഞാൻ കറക്റ്റ് നന്നായിട്ട് ഇരുന്നോട്ടെ വിചാരിച്ചിട്ട് സൈഡിലൂടെ ഒക്കെ വരുന്ന രീതിയിൽ ഇങ്ങനെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഫുള്ളായിട്ട് അതങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. മൂന്ന് പോർഷനും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഫൈനൽ ലുക്ക് കണ്ടേ എങ്ങനെയുണ്ടെന്ന് കമൻറ്റിൽ അറിയിക്കണം കേട്ടോ. ഇതാണ് ഫൈനൽ ലുക്ക്. അത്യാവശ്യം ഭംഗിയുണ്ടല്ലേ, എനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. നല്ല ടോപ്പായിട്ടുണ്ടല്ലേ. നമുക്ക് മറ്റേ ടോപ്പ് അത്യാവശ്യം വലുതായിരുന്നു, ഇത് കുറച്ച് ചെറുതായി. ബട്ട് സ്റ്റിൽ എനിക്കിതെന്തോ ഒരു ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലേ എന്നുള്ളതൊന്ന് കമൻറ്റിൽ അറിയിക്കണേ. അപ്പോൾ ഓക്കെ ടാ.